സുഹൃത്തെ, ഒരു നിമിഷം. താങ്കൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? താങ്കളൊരു ഇൻട്രാഡേ ട്രേഡറാണെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഒരു ഓപ്ഷൻ ബയ്യർ ആണെങ്കിൽ. മാർക്കറ്റിനെ കുറിച്ച് മതിയായ അറിവില്ലാത്തതും ഒരു കാരണമാണ്. പോയത് തിരിച്ചു പിടിക്കുകയും ലാഭം നേടുകയും വേണ്ടേ? പക്ഷേ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. അങ്ങനെയെങ്കിൽ താഴെ ലിങ്കുണ്ട്, കയറി വരിക. എന്നാൽ പിന്നെ അവിടെ വെച്ച് കാണാം. കുറച്ച് ദിവസമായി ഞങ്ങൾ ടെലഗ്രാം ചാനൽ കാണിച്ചിട്ട് വീഡിയോ തന്നെ ചെയ്യാറില്ല. 2-3 ദിവസമായി വീഡിയോ ചെയ്തിട്ടില്ല. ഏതായിരുന്നാലും ഇന്ന് 9 ലെവലുകളാണ് ഞങ്ങൾ എടുത്തത്. 7 പ്രോഫിറ്റിലായിട്ടുണ്ട്, 2 SLും അടിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഏഷ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 2 ദിവസമായി ഒരു സൈഡ് വേയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും 2ാം സെഷനിലും ഒരു ഇടിവിലേക്കാണ് പോയത്. IT, മെറ്റൽ, കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ്, ഓഹരിയിലെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്നിവ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിന് കാരണമായിട്ടുണ്ട്. സെൻസെക്സ് 352 പോയിൻ്റ് താഴ്ന്ന് 72,790-ലും നിഫ്റ്റി 90 പോയിൻ്റ് താഴ്ന്ന് 22,122-ലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻഫോസിസ്, TCS, ICIC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവ ഉൾപ്പെടെയുള്ള ഇൻഡെക്സ് ഹെവി വെയ്റ്റുകളുടെ ഒരു സെല്ലിംഗ് സത്യത്തിൽ തുടർച്ചയായ 2ാം സെഷനിലും ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളെ ഈ ഇടിവിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നിഫ്റ്റിയിൽ ലാർസൻ ആൻഡ് ടൂബ്രോ, പവർ ഗ്രിഡ്, അദാനി എൻ്റർപ്രൈസസ്, ഭാരത് പെട്രോളിയം, SBI ലൈഫ് ഇൻഷുറൻസ് എന്നിവ പോസിറ്റീവിലും, ഏഷ്യൻ പെയിൻറ്റ്സ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഡിവിസ് ലാബ്സ്, ടാറ്റ സ്റ്റീൽസ് എന്നിവ നെഗറ്റീവിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ ഭൂരിഭാഗം ഷെയറുകളും നെഗറ്റീവാണ്. ഹോങ്കോങ്ങിൻ്റെ ഹാങ്സെങ് 0.5%, ഷാങ്ഹായ് കോമ്പോസിറ്റ് 0.9%, ദക്ഷിണ കൊറിയയുടെ കോസ്പി 0.8% നെഗറ്റീവിലാണ്. ടോക്കിയോയിലെ നിക്കെ 0.4% പോസിറ്റീവിലാണ്. യൂറോ സ്റ്റോക്കുകൾ 0.22% ഇടിഞ്ഞതോടെ യൂറോപ്യൻ ഷെയറുകളും താഴ്ന്നിരിക്കുകയാണ്. ലണ്ടനിലെ FTSE 0.34% ഇടിഞ്ഞപ്പോൾ ഫ്രാൻസിലെ CAC 0.45% ആണ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് നോക്കാം. അതിനു മുമ്പ് ഇന്നലെ ഞങ്ങൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മാർക്കറ്റ് ഈ ആഴ്ച താഴത്തേക്കാണ് എന്നുള്ളത്. അതിൻ്റെ തുടർച്ച എന്നോണം ഇന്ന് മാർക്കറ്റ് 100 പോയിൻറ്റിൻ്റെ അടുത്ത്, 100 പോയിൻറ്റിൽ കൂടുതൽ താഴ്ന്ന് പിന്നീട് 100 പോയിൻറ്റിൻ്റെ അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരുപാട് അനലിസ്റ്റുകളൊക്കെ പറഞ്ഞിരുന്നു മാർക്കറ്റ് 22,500 പോയതിന് ശേഷമേ ഇനിയൊരു ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവൂ എന്നുള്ളത്. അവർ അവരുടേതായ കാഴ്ചപ്പാടിൽ അവരുടെ നോളജ് വെച്ചുകൊണ്ട് നോക്കി അവർ പറഞ്ഞു. നമ്മൾ നമ്മുടേതായ നോളജ് വെച്ചുകൊണ്ട് മാർക്കറ്റ് താഴത്തേക്കാണെന്ന് പറഞ്ഞു. ഏതായിരുന്നാലും നിഫ്റ്റി നാളെ നമുക്ക് 22,090 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട്, 22,000 സെക്കൻഡ് സപ്പോർട്ടും 21,880 തേർഡ് സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 22,150 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും, 22,200 സെക്കൻഡും 22,270 തേർഡ് റെസിസ്റ്റൻറ്റുമായി ആക്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനനുസരിച്ച് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 46,430 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട്, 46,280 സെക്കൻഡും 46,100 തേർഡ് സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 46,760 ഫസ്റ്റ് റെസിസ്റ്റൻസും 46,900 സെക്കൻഡും 47,060 തേർഡ് റെസിസ്റ്റൻറ്റുമായി ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞ 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഒന്ന് ടാറ്റ പവർ ആയിരുന്നു. 380.50 പൈസയിലായിരുന്നു ബൈ എൻട്രി പറഞ്ഞിരുന്നത്. ഇന്ന് സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത് 379-ലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് 381.40 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് താഴത്തേക്ക് വരികയാണ് ചെയ്തത്. 380.50-ലായിരുന്നു നമ്മൾ ബൈ എൻട്രി പറഞ്ഞിരുന്നത്. പക്ഷേ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കതിലൊരു എൻട്രി പോസിബിൾ ആയിരുന്നില്ല. രണ്ടാമത്തേത് 531-ലായിരുന്നു ബൈ എൻട്രി പറഞ്ഞിരുന്നത്. 535-ലാണ് ഓപ്പൺ ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മേലേക്ക് പോവുകയാണ് ചെയ്തത്. മേലെ പോയി 557 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് താഴത്തേക്ക് വന്ന് 532 വരെ എത്തി. പക്ഷെ നമ്മുടെ എൻട്രി 531 ആയിരുന്നു. അതുകൊണ്ട് അതിൽ 531 വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തവരുണ്ടാവാം, ഇല്ല 532-ൽ എടുത്തവരും ഉണ്ടാകാം. ഏതായിരുന്നാലും അതിനുശേഷവും സ്റ്റോക്ക് 557 ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എടുത്തവർക്ക് പ്രോഫിറ്റ് ആയിരിക്കാം. ഓക്കെ, നാളത്തേക്കുള്ള 2 സ്റ്റോക്കുകൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാം.
ആദ്യത്തേത് പ്രജ് ഇൻഡസ്ട്രീസ് ആണ്. പ്രജ് ഇൻഡസ്ട്രീസ് നമുക്ക് 520 ബൈ എൻട്രി കൊടുക്കാം. 516 നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 524, 528 എന്നിങ്ങനെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. രണ്ടാമത്തേത് കാനറ ബാങ്കാണ്. കാനറ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സെൽ എൻട്രിയാണ് പോസിബിൾ ആയിട്ടുള്ളത്. 572 ക്രോസ് ചെയ്താൽ 572 തന്നെ നമുക്ക് ഒരു സെൽ എൻട്രി എടുക്കാം. 576 നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. 568, 564 എന്നിങ്ങനെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. അതിനും താഴെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടെങ്കിൽ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. അതുവഴി മാത്രം ജോയിൻ ചെയ്യുക. ഒരുപാട് ഫേക്ക് ഗ്രൂപ്പുകളുണ്ട്. ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങുകയോ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത് കൊടുക്കാമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ സ്റ്റോക്കുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ ആൻസറുമായി ചർച്ച ചെയ്യുന്നതുകൊണ്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.